മുഴുവൻ സമരപരന്മാരും ഈ സമരത്തിൽ പങ്കാളികളായ മുഴുവൻ മുസ്ലിം യൂത്ത് ലീഗ് നിപുണന്മാരും അവിടെ ഇരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കണം. യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്. പ്രതിഷേധം 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 യൂത്ത് ലീഗിൽ പ്രതിഷേധം, യൂത്ത് ലീഗിൽ പ്രതിഷേധം. അധികാരികളെ ഭരണക്കാരെ, അധികാരികളെ ഭരണക്കാരെ കണ്ണുണ്ടെങ്കിൽ കണ്ടോളൂ, കണ്ണുണ്ടെങ്കിൽ കണ്ടോളൂ, കാതുണ്ടെങ്കിൽ കേട്ടോളൂ, കാതുണ്ടെങ്കിൽ കേട്ടോളൂ. മലബാറിലെ പ്രതിസന്ധി, മലബാറിലെ പ്രതിസന്ധി സീറ്റ് തന്ന് പരിഹരിക്കൂ, സീറ്റ് തന്ന് പരിഹരിക്കൂ. മുസ്ലിം ലീഗ് സിന്ദാബാദ്. മണ്ഡൽ മന്ത്രി ശിവൻകുട്ടി, മണ്ഡൽ മന്ത്രി ശിവൻകുട്ടി. എവിടെ എവിടെ സീറ്റ് എവിടെ, എവിടെ എവിടെ സീറ്റ് എവിടെ? പ്രതിഷേധം പ്രതിഷേധം യൂത്ത് ലീഗിൽ പ്രതിഷേധം. പ്രിയമുള്ളവരെ, ഈ സമരം ഒരു ബാരിക്കേഡ് കൊണ്ട് തടുക്കാൻ കഴിയുന്നതല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മുഴുവൻ സമരപരന്മാരും അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കണം. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ച് നിയമസഭയ്ക്ക് മുന്നിൽ നടക്കുകയാണ്. ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒന്ന് എടുത്തോട്ടെ ചേട്ടാ. ചേട്ടാ ഒന്ന് ഇരിക്കെ, ഞങ്ങൾ എടുത്തോട്ടെ. ഉച്ച കഴിഞ്ഞ് മന്ത്രിയുടെ ചർച്ചയിൽ തീരുമാനം ഉണ്ടായേ തീരുകയുള്ളൂ. അല്ല എങ്കിൽ കൂടുതൽ ഗൗരവമുള്ള പ്രക്ഷോഭങ്ങൾ കേരളം കാണേണ്ടി വരും എന്നുകൂടി ഇവിടെ പറയുന്നു. ഇന്ന് തന്നെ ഈ വിഷയത്തിൽ നമ്മളൊരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തീരുമാനം കുട്ടികൾക്ക് അനുകൂലമല്ല എങ്കിൽ, പിന്നോക്ക ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല എങ്കിൽ അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമായി ഈ സംസ്ഥാനത്ത് മാറും. നിയമസഭയ്ക്ക് നൽകിയ ഉറപ്പ്, വിദ്യാർത്ഥി സംഘടനകൾക്ക് നൽകിയ ഉറപ്പ്, മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ചാണ് നടക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുമായി വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ നടത്തുന്ന ചർച്ചയിൽ ഒരു ശാശ്വത പരിഹാരമായില്ല എങ്കിൽ, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു തീരുമാനമുണ്ടായില്ല എങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? പ്രവർത്തകർ ആദ്യം തന്നെ ബാരിക്കേഡിന്റെ മുകളിൽ കയറിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്കുമെതിരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധത്തിനായി നിയമസഭയിലേക്ക് വന്നത്. നിയമസഭയ്ക്ക് മുമ്പിൽ തന്നെ ബാരിക്കേഡുകൾ മറച്ചുകൊണ്ട് പ്രവർത്തകരെ പോലീസ് തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് സംസാരിച്ചത്. അതായത് 2 മണിക്ക് വിദ്യാർത്ഥി സംഘടനാ പ്രതികളുമായിട്ട് പൊതുവിദ്യാഭ്യാസ
വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഒരു ചർച്ച ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നലെയും SFI, KSU അടക്കം മുസ്ലിം ലീഗ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം തീർത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ചർച്ച മന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ളത്. 2 മണിക്കാണ് ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം ഒരു ശാശ്വതമായ പരിഹാരം മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മന്ത്രി കൈക്കൊണ്ടില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ നടത്തുമെന്ന് തന്നെയാണ് ഈ ലീഗ് സംഘടന ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. 2 മണിക്ക് എന്തായാലും ചർച്ച ആരംഭിക്കും. ഈ ചർച്ചയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നടത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, മലബാറിലെ +1 സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തീരുമാനമെടുക്കാൻ പറ്റും അതടക്കം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉച്ചയ്ക്ക് ചർച്ച വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ ചർച്ചയിൽ അന്തിമമായ ഒരു തീരുമാനം വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും നിയമസഭയ്ക്ക് മുന്നിൽ നടക്കുകയാണ്. സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനം. അന്തിമമായ അല്ലെങ്കിൽ ശാശ്വതമായ ഒരു പരിഹാരം ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പോലീസ് പ്രവർത്തകരെ നിയമസഭയ്ക്ക് അകത്ത് എത്തുന്നതിന് മുൻപ് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട്. ബാരിക്കേഡിന്റെ മുകളിൽ പ്രവർത്തകർ ആദ്യം നിലയുറപ്പിച്ചെങ്കിലും ഇപ്പോൾ പ്രവർത്തകരൊക്കെ തന്നെ താഴെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലും മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കുക തന്നെയാണ്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥി യുവജന സംഘടനകൾ. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള നിയമസഭയ്ക്ക് മുന്നിലെ പ്രതിഷേധ മാർച്ചാണ്. പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. PK കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുകയുണ്ടായി. +1 സീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി നടത്തുന്ന ചർച്ചയിൽ ഒരു ശാശ്വത പരിഹാരം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വൻ പ്രക്ഷോഭം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നിയമസഭയ്ക്കകത്തും പുറത്തും ഈ ഒരു വിഷയം ഉന്നയിച്ച് പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം.